ഓ കടിച്ചു പറിച്ച് തിന്നാൻ തോന്നുന്നു. 3 വയസ്സായ കുട്ടിയെ പുലി കടിച്ച്. എല്ലാ മലക്കാട്ടിനുള്ളിൽ ആ കാടുണ്ടോ? അത് കട്ടി കൂട്ടിയാണ് അണ്ണന്മാര് എല്ലാ മല. നമ്മുടെ നാട്ടിൽ കുറച്ച് പൈസ കൂടിയതിന്റെ കഴപ്പാണ്. ഇതൊരു സീക്രട്ട് പ്ലേസ് ആട്ടോ. ഇങ്ങോട്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ്. ഹായ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അറിയോ, കർണാടകയിലാണ് കേട്ടോ. നമുക്ക് ഗൂഡല്ലൂർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗൂഡല്ലൂർക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, കാരണം ഗൂഡല്ലൂർ പുലി ഒരു മാസത്തിനിടെ 6 ആൾക്കാരാണ് പുലി കടിച്ചത്. അപ്പോൾ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കേരള വണ്ടിയൊന്നും കടത്തിയിടുന്നില്ല, ബസ് തന്നെ കടത്തിയിടുന്നില്ല. KSRTC നമ്മളിപ്പോൾ ഇവിടെ അറിയാം, നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിലാട്ടോ. നമ്മൾ ഗൂഡല്ലൂരെത്തി. ഗൂഡല്ലൂർ ഇപ്പോൾ നടക്കുന്ന വിഷയം അറിയാലോ. 3 വയസ്സായ കുട്ടിയെ പുലി കടിച്ച് എന്നിട്ട് മരണപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ പുലിയാണ് കേട്ടോ, ശരിക്കും കടിക്കൂല, മ്യാവ് മ്യാവ് എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ കേട്ടോ ഗൂഡല്ലൂർ ഒരു മലമുകളിലാണ്. നമ്മുടെ കൂടെ നമ്മളെ ഫ്രണ്ട് ഉണ്ട്. പഴയ വീഡിയോ മിനി ഊട്ടിൻ്റെ വീഡിയോ കണ്ടുണ്ട് ഫസ്റ്റ് വീഡിയോ. നമ്മളെ നാട്ടിൽ ഞാൻ പണ്ട് സൂപ്പർ മാർക്കറ്റിൽ പണിയെടുത്ത കാലത്ത് ഇവൻ വന്നിട്ട് നമ്മളോട് ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചീരുള്ളി അങ്ങനെയൊക്കെ പറയട്ടോ. അപ്പോൾ എന്തിനാന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ റൂമിൽ നിൽക്കലാണ്. സ്ഥലം എവിടെ വെച്ചപ്പോൾ ഗൂഡല്ലൂരാണ്. ആളായിട്ട് കമ്പനിയായി അങ്ങനെ 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 ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എത്രാമത്തെ വട്ടം ഒരു കണക്കുമില്ല കേട്ടോ ഗൂഡല്ലൂർ. ഇത് ബട്ടറിന് പറയാൻ കേട്ടോ. ഇത് ജ്യൂസ് അടിച്ചാൽ ഉപയോഗിക്കല്, ജ്യൂസ് അടിക്കുന്ന സംഭവമാണ്. പക്ഷേ ഒറ്റ ബട്ടറില്ല. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടം പോലെ കുരുമുളക് ഇങ്ങനെ വെക്കണേ. കുരുമുളക് എന്താ റേറ്റ് അറിയോ? കുരുമുളക് എന്താ റേറ്റ്? 400 വരണ്ടായിരുന്നു. ഇപ്പം എന്താ റേറ്റ്? കാരണം ഞാൻ ഇപ്പോൾ വന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത്. അടിപൊളി ബോലൊരു മല ഇടും മേലെ. അതിൻ്റെ മേലാണ് ആനകളെ വാസസ്ഥലം എന്ന് പറഞ്ഞു. ആന ഇടക്ക് വൈബാകുമ്പോൾ കറങ്ങാൻ അവൻ്റെ പേരുടെ മുറ്റത്തേക്കൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വരുമ്പോഴൊന്നും കിട്ടൂല. സീസൺ ഉണ്ടോ എപ്പോഴും? ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആന വരുന്നേ? ആനക്ക് കൂടെ ഉണ്ടാവുക വരും. നമ്മൾ ഈ ഊട്ടി വഴി സഞ്ചരിക്കുമ്പം ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കാണുന്ന ഒരു മരമാണ് കാറ്റാടിട്ടോ. മരത്തിൻ്റെ പേരാണ് കാറ്റാടി. ഇതിനുള്ള ഇല പറഞ്ഞിട്ടുള്ള ചെറിയ പുല്ലിൻ്റെ ഇലയാണ്, പക്ഷെ വലിയ മരമാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്തിനാണ് യൂസ് ചെയ്യാനാ? കട്ടിലൊക്കെ യൂസ് ചെയ്യും. കട്ടിലുണ്ടാക്കാൻ, ജനവാതിലുണ്ടാക്കാൻ. ഉണങ്ങി കഴിഞ്ഞാൽ കത്തിച്ചാട്ടോ. അതിപ്പോൾ ഏത് മരത്തിൻ്റെ ആയാലും കത്തിച്ചു. പിന്നെ ഈ നാട്ടിലൊന്നും കിണർ കുത്തില്ല കേട്ടോ, അല്ലേ? കിണർ കുത്തില്ല, കാരണം വെള്ളം ഉറവ പൊട്ടി ഇങ്ങനെ വരും മരൻ്റെ മുകളിൽ നിന്ന്. മഴവനുസരിച്ച് മഴയില്ലെങ്കിലും വരുമോ? നമ്മള് കിണർ എല്ലാ കാലത്തും വെള്ളം കിട്ടും. വെള്ളത്തിന് ക്ഷാമമില്ല കേട്ടോ, എപ്പോഴും വെള്ളം കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉറവ പൊട്ടിയിട്ട് വെള്ളം വരും. നമ്മൾ ചില സൈഡിലൊക്കെ കാണാം വെറുതെ പൈപ്പ് തുറന്നിട്ട മാതിരി വെള്ളം ഇങ്ങനെ വരുന്നത്. സംഭവം എന്താ വെച്ചാൽ അൺലിമിറ്റഡ് ആട്ടോ, തീരൂല. അപ്പോൾ നമ്മൾ കാശ്മീർ പോയപ്പോഴും കണ്ടുണ്ടായിരുന്നു. പണ്ട് ഇവിടെ ഒരു ആന കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ടോയ്ലറ്റിൽ, അല്ലേ? അപ്പോൾ അതിൻ്റെ കാലോ കജ്ജ് കുടുങ്ങിയിട്ട് അതിൻ്റെ കുജ്ജിൽ, അതായത് കക്കൂസും കുജ്ജിൽ. എന്നിട്ട് ആന രക്ഷിക്കാൻ വേണ്ടി ഒരു JCB, ആന തട്ടിപ്പോയി. എന്നിട്ട് ആന രക്ഷിക്കാൻ വേണ്ടി JCB വന്ന വഴിയാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. ഒന്നും ആദ്യം വഴിയേ ഉണ്ടായിരുന്നില്ല. JCB വന്ന വഴിയിലൂടെ നമ്മൾ വരുന്നത്. ഇവനെ തള്ളുകണ്ടേ ആരംഭിൽ എന്ത് തുടങ്ങി വണ്ടി കയറ്റില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കാപ്പിക്കുരു ഉണങ്ങാട്ടത്. ഇത് ഇങ്ങനെ ഇപ്പം പുതിയത് ഉണക്കാട്ടതാണ്ടല്ലോ, ചുവപ്പും പച്ചയും മിക്സഡ് കളറാണ്. നല്ലപോലെ ഉണങ്ങിയതാണ് ഈ കാണുന്നത്. അത് ഇവിടെ കണ്ടുവരുന്നൊരു പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അതായത് നമ്മളെ നാട്ടിലിപ്പോൾ ഒരാളെ കണ്ടാൽ വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാവരായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും മൈൻഡ് ഉണ്ടാവും, അല്ലേ? അയാളെ വലിയ പരിചയമൊന്നും ഇല്ലല്ലോ, ഒരു പരിചയമില്ല കേട്ടോ. പക്ഷേ മൂപ്പര് ആദ്യമായിട്ട് കണ്ടിട്ടും എന്താ കമ്പനി എന്നറിയോ? ഇതാണ്
എല്ലാവരും ഒരു ബന്ധമാണ്, പാവങ്ങളായതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ നാട്ടിൽ കുറച്ച് പൈസ കൂടിയതിൻ്റെ കുഴപ്പമാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഒന്ന് പാളിയാൽ മതി ഇവിടെ ഉണ്ടാവും. കോട അടിച്ച് കയറുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ ലാസ്റ്റ് ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗായ്സ്, ഇതാണ് സന്തനമല കേട്ടോ. നമ്മൾ എല്ലാമല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടെ വെയിലും ഒരു ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഏകദേശം വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ചൂടുള്ള കാലത്തും ഒക്കെ ഒരു നല്ലൊരു ക്ലൈമറ്റാണ്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇങ്ങോട്ട് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റൂല, പ്രത്യേക പരിഗണന വേണം. അതായത് നമ്മൾ ലക്ഷദ്വീപൊക്കെ പോകുമല്ലോ, സെയിം അവസ്ഥ തന്നെ ഇവിടെ. ഇവിടുത്തെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം, എന്നാലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഇവിടെ ഈ റോഡിൽ ഗൂഡല്ലൂരിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ എങ്ങോട്ടാണെന്നുള്ളത് കറക്റ്റ് രേഖകളുണ്ടെങ്കിൽ മാത്രം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ ആ ഏറ്റവും ബാക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു മൂന്നാറാണ് കേട്ടോ. തനി മൂന്നാറാണ് സത്യം പറഞ്ഞാൽ. അങ്ങോട്ട് നോക്കുമ്പോൾ ചില സൈഡിലൊന്നും മൂന്നാറല്ല, വെറും മരങ്ങൾ മാത്രമാണ്. ഈ മരങ്ങൾ കൂടുതലാണ് ഈ സൈഡിൽ. പക്ഷേ ഈ കംപ്ലീറ്റ് ഏരിയ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ കുറേ വീടുകൾ കാണാൻ പറ്റും, കടകൾ കാണാൻ പറ്റും. കടകളൊന്നും ഇല്ല, കുറവാണ്. പിന്നെ അവിടെ ക്രിസ്ത്യൻസിൻ്റെ മരിച്ച് കിടക്കുന്ന അടക്കം ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ, കിട്ടുന്നില്ല കേട്ടോ. രണ്ടുമുണ്ട്. അവൻ്റെ വൈഫിനെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഈ കോട ഉണ്ടായതുകൊണ്ടാണ് അവിടെ തിലക്കിൽ ആ മലൻ്റെ ഇടുക്കിൽ വീടുകൾ കാണുന്നുണ്ട് കേട്ടോ. കുറേ ഉയരങ്ങളിൽ വീടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ ആദിവാസികളും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇനി നമ്മളെ മലപ്പുറം സൈഡ് ഞാൻ കാണിച്ചു തരാം. മലപ്പുറം ജില്ല ടർഫ് ഉണ്ടല്ലേ, ഫുട്ബോൾ കളിച്ചേ അവിടെ ഗ്രൗണ്ട് അതാക്കണേ. എൻ്റെ ഒരു അഭിപ്രായം മലൻ്റെ അപ്പുറത്താണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികളൊക്കെ ഉള്ള ടീം നമ്മളെ മലപ്പുറം ജില്ലയിലാണുണ്ടോ. വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗൂഗിൾ മാപ്പിൽ തപ്പി നോക്കിയാൽ എല്ലാവർക്കും അറിയാം. അമരമ്പലം. ഓക്കെ, അപ്പോൾ അവിടെയാണ് നായിച്ചോലക്കർ പറഞ്ഞിട്ടുള്ള ആദിവാസി കേട്ടോ. നമ്മളെ അതിർത്തിൻ്റെ തൊട്ടടുത്താണുള്ളത്. കേരള തമിഴ്നാടു എന്ന് കാണുന്നത് നമ്മൾ തൊട്ടടുത്ത്. ഉരുണ്ട് കഴിഞ്ഞാലും മലപ്പുറത്ത് ഇറങ്ങാം. ഒറ്റ ഉരുളൽ. ഞാനൊന്ന് പോർക്കിങ് എടുക്കാം. അങ്ങനെ പാട്ടുണ്ടാവും, എല്ലാ മലക്കാട്ടിനുള്ളിൽ. ആ കാടുണ്ടോ, അങ്ങനെ പാട്ടുണ്ട്. അത് കട്ടി കൂട്ടിയാണ് അണ്ണന്മാർ എല്ലാ മല എന്നാ പറയാം. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലുള്ള മലപ്പുറത്താണുള്ളത്. തമിഴ്നാട്ടിലുള്ള മലപ്പുറം. ഇവിടെ ഫുള്ള് മലയാളീസാണ്, മലപ്പുറം സ്ലാങ് ആണ്. പിന്നെന്താ പറഞ്ഞു വെച്ചാൽ എന്ത് സംഭവം അറിയില്ല നിങ്ങൾ. കടിച്ചു പറിച്ച് തിന്നാൻ തോന്നുന്നുണ്ടോ. ഇത് തിന്നാനേ പറ്റും, കുറേ കാലം കഴിയണം. കാപ്പിക്കുരുവാണ് കേട്ടോ. വെല്ലൂരിൽ കുറേ ഉള്ളിലേക്ക് പോയിട്ട് ഓവാലി പറഞ്ഞിട്ട് സ്ഥലത്താണുള്ളത് കേട്ടോ. ഓവാലി നമ്മളെ മരുമോൻ്റെ വീട്ടിലാണുള്ളത്. മരുമോനെ വക ഓൻ്റെ വീട്ടിൽ നിന്ന് പുടുത്ത ചോറും സാമ്പാറും പല ജാതി. ഇവിടുന്ന് വേറെ ഐറ്റംസ് ഇതൊക്കെ കഴിഞ്ഞാട്ടോ, രതീഷൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഫാക്ടറിയാണ് കേട്ടോ. തേയില ഫാക്ടറി ആവാം, അല്ലെങ്കിൽ ബംഗ്ലാവ് ആകാം, നോ ഐഡിയ. ഗൂഡല്ലൂരിലുള്ള കാഴ്ചയാണ്. ഗൂഡല്ലൂരിൽ നിന്ന് ഇതൊരു സീക്രട്ട് പ്ലേസ് ആട്ടോ. ഇങ്ങോട്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജിന് താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. പോരാത്തതിന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം. ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഗൂഡല്ലൂരിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓവാലി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാതിരി വ്യൂ ഒക്കെ കേട്ടോ. ആ കാണുന്ന മലയാണ് നേരത്തെ നമ്മൾ കയറിയ മല, സന്തനമല. ചിലവർ ചന്ദനമല എന്ന് പറയും, തമിഴിൽ സന്തനമല. ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട്. മലയാളീസ് ഇവിടെ താമസിക്കുന്നവർ അങ്ങനെയാണ്. അവരെ ആരെങ്കിലും ഒരു പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ടൊന്നും വരാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കുക. നമ്മൾ പെർമിഷൻ അനുവദിക്കുന്നതായിരിക്കും.
സൗണ്ട് കേട്ടോ, അടിപൊളി. അതെന്താ വെച്ചാൽ തുടക്കത്തിലുള്ള 1-2 റൗണ്ട് മാത്രം നമുക്ക് ഒരു ഫീലിങ്സും കാര്യങ്ങളും ഇതൊന്നുമില്ല. അവിടെ അതിലഴിഞ്ഞു പോകണം. അപ്പോൾ ഇതാണ് നിലമ്പൂർ പാട്ട് കേട്ടോ. അവിടെ പല ജാതി സംഭവങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, അവിടെ മരണക്കിണർ. ഗായ്സ്, ഇത് നമ്മളിപ്പോൾ ചാറ്റിലോട്ടയിലാണ്. നമ്മളപ്പുറത്ത് ചെറിയതായിട്ട് ഊഞ്ഞാലാടണവന് വരെ ഭയങ്കര പേടിയും ബേജാറും. ഇവിടെ ഒരു കിണ്ടിയില്ല. പൈസ കൊടുത്തേ ഗായ്സ്. നമ്മൾ പോണ വൈകുന്നേ ഒരു ചാറ്റിലോട്ട ഉണ്ട്, വേഗം കയറി. ഇപ്പം നമ്മൾ ആകാശത്താട്ടോ, വെറുതെ ഉള്ളത് ആ 150 വെറുതെ പോയി. കഴിഞ്ഞോ.